ശബരിമല സ്വർണ്ണ കവർച്ചയിൽ കേസെടുക്കാൻ ഇ.ഡി. രംഗത്ത്. ഇ.ഡി. ഡയറക്ടറേറ്റിന് ഇത് സംബന്ധിച്ച കത്ത് നൽകി. ECIR ഉടൻ രജിസ്റ്റർ ചെയ്യും. ഇതിനായി അനുമതി തിങ്കളാഴ്ച ലഭിച്ചേക്കും. മൃഗങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരനാണ് ചേരുന്നത്. ജിജീഷ്, ഈ സ്വർണ്ണ കവർച്ചയിൽ ഇ.ഡിയുടെ അന്വേഷണം, അതും കൃത്യമായിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സും ഇ.ഡിക്ക് കൈമാറണമെന്ന് കഴിഞ്ഞ ദിവസം വിജിലൻസ് കോടതി ഉത്തരവ് ഇട്ടിരുന്നു. എന്തായാലും ഉടൻ തന്നെ ഇ.ഡി നടപടികൾ ആരംഭിച്ചിട്ടുമുണ്ട്. തിങ്കളാഴ്ച ഇതിലൊരു അന്തിമ തീരുമാനം വരും. ജിജീഷ് പറയൂ. രവി പറഞ്ഞതുപോലെ തന്നെ ഇക്കാര്യത്തിൽ തിങ്കളാഴ്ച തന്നെ അന്തിമമായ ഒരു അനുമതി നാളെ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കും. നേരത്തെ തന്നെ നിലവിൽ ലഭിച്ചിരിക്കുന്ന തെളിവുകൾ, അനുബന്ധമായി തന്നെയുള്ള രേഖകൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രധാനമായും അന്വേഷണ സംഘം ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഈ കേസുമായി ECIR രജിസ്റ്റർ ചെയ്യാനുള്ള അനുമതി തേടി വിജിലൻസ് റിപ്പോർട്ട്, നേരത്തെ ഇ.ഡി. വിജിലൻസ് റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. അതുകൂടി സമർപ്പിച്ചുകൊണ്ടാണ് ഇ.ഡി. ആസ്ഥാനത്തേക്ക് കത്തയച്ചിരിക്കുന്നത്. കേസുമായി മുന്നോട്ട് പോകാനുള്ള അനുമതി ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ ECIR രജിസ്റ്റർ ചെയ്യാൻ അനുമതി ലഭിക്കുകയാണെങ്കിൽ അതിവേഗത്തിൽ തന്നെ കേസെടുത്ത് തുടർ നടപടികളിലേക്ക് കടക്കും. പ്രത്യേകിച്ച് കൂടുതൽ ആളുകളെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അത്തരം നടപടികൾ അന്വേഷണ സംഘത്തിന് പൂർത്തിയാക്കണം. നിലവിൽ SITയുടെ പട്ടികയിലുള്ള SIT പ്രതി ചേർത്തിട്ടുള്ള ആളുകളെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടായിരിക്കും അന്വേഷണ സംഘം മുന്നോട്ട് പോവുക. അതിനൊപ്പം തന്നെ, കാരണം പലരും നിലവിൽ റിമാൻഡിലാണ് ഉള്ളത്, റിമാൻഡിലുള്ള ആളുകൾക്കൊപ്പം തന്നെ റിമാൻഡിലില്ലാത്ത നിലവിൽ പ്രതിപട്ടികയിലുള്ള മുഴുവൻ ആളുകളുടെയും ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കും. മാത്രമല്ല, നിർണായകമായ ചില കൂടുതൽ രേഖകൾ കൂടി കണ്ടെത്തേണ്ടതുണ്ട് എന്നാണ് ഇ.ഡി. വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. കാരണം SITയുടെ അന്വേഷണ പരിധിയിൽ SIT അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പല തെളിവുകളും കാര്യമായി തന്നെ പരിശോധിച്ചിട്ടില്ല. ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് നേരത്തെ SIT കോടതിയിൽ കോടതിയിൽ വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ കേസ് അന്വേഷിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിയില്ല. SITക്ക് ആണ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. അത് തടസ്സപ്പെടുത്തുന്ന നീക്കം ഉണ്ടാകരുത് എന്നെല്ലാമായിരുന്നു വാദിച്ചിരുന്നത്. എങ്കിൽ കൃത്യമായി തന്നെ എന്തുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് എന്ന് വ്യക്തമാക്കുന്ന നിരവധി വിവരങ്ങൾ അന്വേഷണ സംഘം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ ബോധിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് കള്ളപ്പണ ഇടപാടുകൾ നടക്കാനുള്ള ഒരു സാധ്യത, മാത്രമല്ല കോടിക്കണക്കിന് രൂപ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഇ.ഡി. പിടിമുറുക്കുന്നു എന്നുള്ളതാണ്. ജിജീഷ് കരുണാകരനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.